നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലൈം. ലൈമിനെ കെമിക്കലി ഡിനോട്ട് ചെയ്യുന്നത് CaO എന്നാണ്. നമ്മളെ കാൽഷ്യം കാർബണേറ്റ് CaCO3യിൽ നിന്ന് കാൽസിനേഷൻ വഴി നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഈ CaO, അതായത് ലൈം എന്ന് പറയുന്നത്. ഈ ലൈം ഒരു സിമെൻറ്റിങ് മെറ്റീരിയലാണ്. അതായത് സിമെൻറ്റിന് ഇൻസ്റ്റഡ് ആയിട്ട് നമ്മൾ പണ്ട് യൂസ് ചെയ്ത് സിമെൻറ്റ് വരുന്നതിന് മുന്നേ പണ്ട് മോണിമെൻറ്റ്സ്, ഈ കൊട്ടാരങ്ങൾ, കോട്ടകൾ, അങ്ങനെയുള്ള വലിയ ബിൽഡിങ്സ് ഒക്കെ കെട്ടാൻ വേണ്ടിയിട്ട്, പാലസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ലൈമാണ്. ലൈമിൻ്റെ സ്ട്രെങ്ത് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇനി ഇതിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ ഹിൽസ്, അതായത് ലൈം സ്റ്റോൺ അവൈലബിൾ ആയിട്ടുള്ള കുന്നുകൾ, സീഷെൽസ് എന്ന് കിട്ടും. അത് കോറൽസ് പറഞ്ഞു കഴിഞ്ഞാൽ പവിഴങ്ങൾ, അതുപോലെ തന്നെ കങ്കാറ് പറഞ്ഞ ഗ്രൗണ്ട് ലെവലിൻ്റെ താഴെ, അതുപോലെ തന്നെ റിവറിൻ്റെ ബെഡ് അറിയണത് റിവറിൻ്റെ അടിത്തട്ടിൽ നിന്നൊക്കെ നമുക്ക് ലൈം സ്റ്റോൺ അവൈലബിൾ ആണ്. ഇതാണ് മെയിൻലി സോഴ്സസ് ഓഫ് ലൈം എന്ന് പറയുന്നത്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കൽ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് ലൈം ഫോം ചെയ്യുന്നത്, ആ ലൈം ഫോം ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് എന്താണ്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കാൽസിനേഷൻ എന്ന് പറയുന്നത് CaCO3നെ നമ്മളെ ഹീറ്റിംഗ് ദി പ്രസൻസ് ഓഫ് എയറിൻ്റെ പ്രസൻസിൽ വെച്ചിട്ട് ചൂടാക്കുന്ന പ്രോസസ്സിനെയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈഡ്രോളിസിറ്റി. ഇറ്റ് ഈസ് ദി എബിലിറ്റി ഓഫ് ലൈം ടു സെറ്റ് ദി പ്രസൻസ് ഓഫ് വാട്ടർ ആൻഡ് ദി ആബ്സെൻസ് ഓഫ് എയറിൻ്റെ ആബ്സെൻസിലും വാട്ടറിൻ്റെ പ്രസൻസിലും ലൈം സെറ്റ് ആവുന്ന പ്രോസസ്സിനെയാണ് ഹൈഡ്രോളിസിറ്റി എന്ന് പറയുക. ഇനി ലൈം എങ്ങനെ ഫോം ചെയ്യണമെന്ന് നോക്കുക. CaCO3യിൽ, അതായത് നമ്മളെ ലൈം സ്റ്റോണിനെ കാൽസിനേഷൻ ചെയ്യുക, അതായത് എയറിൻ്റെ പ്രസൻസിൽ ചൂടാക്കുക, ബേൺ ചെയ്യിക്കുക. അങ്ങനെ ബേൺ ചെയ്യുന്ന സമയത്ത് ഈ ലൈം സ്റ്റോണിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റും അതുപോലെ തന്നെ വാട്ടറിൻ്റെ കണ്ടൻറ്റും റിമൂവ് ആവും. അങ്ങനെ അത് റിമൂവലായിട്ട് ബാക്കി ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സ്ലേക്കിംഗ് ആണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലൈമിലേക്ക്, അതായത് CaOയിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുക, അതായത് H2 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ സ്ലേക്കിംഗ് ആക്ഷൻ, വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ്, ലൈമിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്ലേക്കിംഗ് ഓഫ് ലൈം എന്ന് പറയുക. ഈ സ്ലേക്കിംഗ് കഴിഞ്ഞ് നമുക്ക് സ്ലേക്കഡ് ലൈം കിട്ടും. അതാണ് CaOH2 എന്ന് പറയുന്നത്. ഇത് നമുക്ക് വൈറ്റ് വാഷിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ലൈം, സ്ലേക്കഡ് ലൈം യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടേം പറയുന്നത് സെറ്റിംഗ്. പ്രോസസ് ഓഫ് ഹാർഡനിങ് ഓഫ് ലൈം ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു പേസ്റ്റ് ഫോം. അതായത് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ലൈമിനെ ആക്കി വെച്ചതിന് ശേഷം ഇത് കട്ടിയാവാൻ തുടങ്ങുന്ന പ്രോസസ്സിനെയാണ് സെറ്റിംഗ് എന്ന് പറയുക. നമ്മളിപ്പോൾ സിമെൻറ്റിൽ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സിമെൻറ്റ് കട്ട പിടിക്കുന്ന പോലെ തന്നെ ലൈമിൽ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേസ്റ്റ് രൂപത്തിലായാലും ഇത് കുറച്ച് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അങ്ങനെ ആ കട്ട ആവുന്ന ആ ഒരു പ്രോസസ്സാണ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ സിമെൻറ്റ് പഠിക്കുമ്പോൾ നമുക്ക് അതിൽ കുറേ സെറ്റിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ സെറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈമാണ്. ക്ലേൻ്റെ കണ്ടൻറ്റിനനുസരിച്ച് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്യുക്ക് ലൈം, നെക്സ്റ്റ് ഹൈഡ്രോളിക് ലൈം, തേർഡ് വൺ പുവർ ലൈം. ഈ ക്യുക്ക് ലൈമിനെ ഫാറ്റ് ലൈം എന്നും പ്യുവർ ലൈം എന്നും പറയും. അതുപോലെ ഹൈഡ്രോളിക് ലൈമിനെ സ്ലേക്കഡ് ലൈം എന്ന് പറയും. പുവർ ലൈമിനെ ലീൻ ലൈം എന്നും കൂടെ പറയും. ഇതാണ് ക്ലേൻ്റെ കണ്ടൻറ്റ്. അതായത് നമ്മളെ ലൈം സ്റ്റോണിൽ ക്ലേൻ്റെ, കളിമണ്ണിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്, സിലിക്കയുടെ കണ്ടൻറ്റ് ഉണ്ട്, മഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട് ലൈം സ്റ്റോണിൽ. അപ്പോൾ അതിലുള്ള ക്ലേൻ്റെ കണ്ടൻറ്റിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഈ 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആസ് പെർ BIS ക്ലാസിഫിക്കേഷൻ. BIS പറഞ്ഞു കഴിഞ്ഞാൽ IS, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് പ്രകാരം നമ്മൾ ലൈമിനെ ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D, ക്ലാസ് E അങ്ങനെ 5 ക്ലാസിഫിക്കേഷനും കൂടി ചെയ്തിട്ടുണ്ട്. ക്യുക്ക് ലൈമിനെ നമ്മൾ ഫാറ്റ് ലൈം, പ്യുവർ ലൈം, കോസ്റ്റിക് ലൈം എന്നും കൂടെ പറയും. ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ലെഫ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ. അതായത് ലൈം സ്റ്റോൺ കാൽസിനേഷൻ ചെയ്ത ഉടനെ ഫോം ചെയ്യുന്നതിനെയാണ് ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. ക്ലേൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് 5% കുറവായിരിക്കും. ആൾസോ നോൺ ആസ് വൈറ്റ് ലൈം, റിച്ച് ലൈം, ഹൈ കാൽസ്യം ലൈം എക്സെട്ര. ഇതിനെ വീണ്ടും നമ്മൾ വൈറ്റ് ലൈം, റിച്ച് ലൈം എന്നൊക്കെ പറയും, ഹൈ കാൽസ്യം ലൈം എന്നൊക്കെ പറയും. വെൻ സ്ലേക്കഡ് വോളിയം ഇൻക്രീസ് 2 to 2.5%. സ്ലേക്കിംഗ് ആക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ വോളിയം ഇൻക്രീസ് എന്ന് പറയുന്നത് 2 to 2.5% വരെ ആയിരിക്കും. ഹൈഡ്രോളിസിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, എയറിൻ്റെ ആബ്സെൻസിലും വാട്ടറിൻ്റെ പ്രസൻസിലും സെറ്റാവുന്ന പ്രോസസ്സാണ് ഹൈഡ്രോളിസിറ്റി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യില്ല, ഈ ക്യുക്ക് ലൈം എന്ന് പറയുന്നത് സെറ്റാവില്ല, വാട്ടറിൻ്റെ പ്രസൻസിൽ സെറ്റാവില്ല. അങ്ങനെ ഹൈഡ്രോളിസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ സുർക്കി ആഡ് ചെയ്യും. സുർക്കി എന്ന് പറയുന്നത് ബേൺഡ് ബ്രിക്സ്, നമ്മൾ ബേൺഡ് ബ്രിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ചൂടാക്കുന്ന ബ്രിക്സിനെയാണ് ബേൺഡ് ബ്രിക്സ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ ചൂടാക്കുന്ന ഈ ബേൺഡ് ബ്രിക്സിൻ്റെ കട്ട നമ്മൾ പൊടിച്ച് ചേർക്കുന്നതിനാണ് ഈ സുർക്കി എന്ന് പറയുക. ഈ സുർക്കി ഇതിലേക്ക്
ആഡ് ചെയ്യുമ്പോഴാണ്, ഈ ക്യുക്ക് ലൈമിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് അതിൽ ഹൈഡ്രോളിസിറ്റി ഉണ്ടാവുള്ളൂ. അതായത് പെട്ടെന്ന് വാട്ടറിൻ്റെ പ്രസൻസിൽ ഇത് സെറ്റ് ആവുള്ളൂ. അതാണ് നോ ഹൈഡ്രോളിസിറ്റി എന്ന് പറയാൻ കാരണം. പക്ഷേ ഹൈഡ്രോളിസിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, സുർക്കി ആഡ് ചെയ്യാം. സുർക്കി എന്ന് പറയുന്നത് ബേൺഡ് ബ്രിക്സിൻ്റെ പൊടിയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലൈം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ലൈമാണ്. ഹൈഡ്രോളിക് ലൈമിനെ സ്ലേക്ക്ഡ് ലൈം എന്നും വാട്ടർ ലൈം എന്നും കൂടി പറയും. ഇതിലെ ക്ലേൻ്റെ കണ്ടൻറ്റ് പറയുന്നത് 10 to 30% ആണ്. ഈ സ്ലേക്കിംഗ് ഓഫ് ലൈം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ലൈമിലേക്ക്, അല്ലെങ്കിൽ ലൈമിന് തന്നെ ക്യുക്ക് ലൈം പറയും, ഈ ലൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ആഡ് ചെയ്യും. അങ്ങനെ ആ വാട്ടർ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് സ്ലേക്കിംഗ് എന്ന് പറയാം. ആ സ്ലേക്കിംഗ് ആക്ഷനുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, സ്ലേക്ക്ഡ് ലൈം കിട്ടും. അതായത് CaOH2 കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ലൈമിനെ നമുക്ക് എങ്ങനെ കിട്ടുക, കാൽസിനേറ്റ് ചെയ്തിട്ടാണ് കിട്ടുക. അതായത് ചൂടാക്കിയിട്ടാണ് കിട്ടുക, ബേൺ ചെയ്യിച്ചിട്ടാണ് കിട്ടുക എയറിൻ്റെ പ്രസൻസിൽ. അപ്പോൾ അങ്ങനെ ചൂടായിട്ടുള്ള സാധനമാണ് ഈ ലൈം എന്ന് പറയുന്നത്, ആ ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്യുക്ക് ലൈമിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അത് തണുക്കുകയാണ് ചെയ്യുക. ആ തണുക്കുന്ന ആ ആക്ഷനാണ് സ്ലേക്കിംഗ് എന്ന് പറയുക. അങ്ങനെയാണ് നമുക്ക് സ്ലേക്ക്ഡ് ലൈം, അതായത് CaOH2 കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്നുള്ള പൗഡർ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ തന്നെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്ത് ഇവിടെ സ്ലേക്കിംഗ് ആക്ഷൻ വെച്ചിട്ടായതുകൊണ്ടാണ് സ്ലേക്ക്ഡ് ലൈം എന്നും കൂടി പറയുന്നത്. അപ്പോൾ നോക്കുക, ഇനി 3 ടൈപ്പ് ലൈം ഉണ്ട് ഈ ഹൈഡ്രോളിക് ലൈമിൽ. ഒന്ന് ഫീബ്ലി ഹൈഡ്രോളിക് ലൈം, 2 മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം, 3 എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം. അതിൽ ഫീബ്ലി ഹൈഡ്രോളിക് ലൈം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേൻ്റെ കണ്ടൻറ്റ് 5 to 10% ആണ്. സ്ലേക്കിങ് പെട്ടെന്ന് നടക്കും, ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് തന്നെ നടക്കും. പക്ഷേ സെറ്റിങ് 3 വീക്സ് എടുത്തിട്ടാണ് സെറ്റ് ആവുള്ളൂ. അതായത് കട്ട പിടിക്കുള്ളൂ. സെറ്റ് ആവുക പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പിടിക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഹാർഡാവുള്ളൂ. അതിന് 3 വീക്സ് ടൈം എടുക്കും. ഓർഡിനറി മേസൺറി വർക്ക്സിന്, അതായത് പ്ലാസ്റ്ററിങ്ങിന് അങ്ങനെയുള്ള വർക്ക്സിന്, പടവ് വർക്ക്സിനൊക്കെയാണ് യൂസ് ചെയ്യുക. മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേൻ്റെ കണ്ടൻറ്റ് 11 to 12% ആണ്. സ്ലേക്സ്, അതായത് ഇത് സ്ലേക്ക് ആണ് തണുക്കുന്നത് 1 to 2 hours. സെറ്റിംഗ് ഈസ് മോഡറേറ്റ്, അതായത് 1 വീക്ക് കൊണ്ടാണ് സെറ്റ് ആവുള്ളൂ. സുപ്പീരിയർ ടൈപ്പ് ഓഫ് മേസൺറി വർക്ക് ഉള്ളതിൽ തന്നെ മേസൺറി വർക്കിൽ സുപ്പീരിയർ ടൈപ്പിനാണ് യൂസ് ചെയ്യുക. എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം എന്ന് പറയുന്നത് 21 to 30% ക്ലേ കണ്ടൻറ്റ് ഉണ്ട്. സ്ലേക്സ് വിത്ത് ഡിഫിക്കൽറ്റി പറഞ്ഞു കഴിഞ്ഞാൽ തണുക്കാൻ കുറച്ച് സമയം പിടിക്കും, എങ്കിലും സെറ്റിംഗ് ഈസ് ഫാസ്റ്റ്, 1 day കൊണ്ട് തന്നെ സെറ്റാവും. ഇത് തന്നെ ഡയറക്റ്റ് സിമെൻറ്റിൻ്റെ ആക്ഷൻ, അതായത് ഓർഡിനറി സിമെൻറ്റിൻ്റെ അതേ സ്ട്രെങ്ത് തന്നെയാണ് കിട്ടുക എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈമിന്. യൂസ്ഡ് ഫോർ അണ്ടർ വാട്ടർ വർക്ക്സ്, വെള്ളത്തിനടിയിലുള്ള വർക്ക്സിന്, അതുപോലെ ഡാം അങ്ങനെയുള്ള അങ്ങനത്തെ വർക്കിനൊക്കെ വേണ്ടിയിട്ട്, മേജർ വർക്ക്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം പറയുന്നത്. ഇനി മൂന്നാമത്തെ ലൈം എന്ന് പറയുന്നത് പുവർ ലൈം ഓർ ലീൻ ലൈമാണ്. ഇതിൽ ലീൻ ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പ്യൂർ ലൈമാണ്. ഇമ്പ്യൂർ എന്ന് പറയാൻ കാരണം ഇതിൽ 30% അല്ലെങ്കിൽ 30% കൂടുതൽ ക്ലേയുടെ കണ്ടൻറ്റാണുള്ളത്. സാധാരണ നമ്മളെ ലൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% വരെ ആണ് ലൈമിൻ്റെ കണ്ടൻറ്റൊക്കെ നമ്മളിപ്പോൾ ഇത്ര നേരം പഠിച്ചുള്ളൂ. അപ്പോൾ ഇത് 30 ആവാം, അല്ലെങ്കിൽ 30ൽ കൂടുതലാവാം. അപ്പോൾ പ്യുവർ കണ്ടൻറ്റ് ലൈം മാത്രമായിരിക്കില്ല, 30 കളിമണ്ണിൻ്റെ കണ്ടൻറ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ഇമ്പ്യൂർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് ലീൻ ലൈം എന്നും കൂടെ പറയുന്നത്. നെക്സ്റ്റ് BIS ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം. BIS പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് പ്രകാരം നമ്മൾ ക്ലാസ് എ എന്ന് പറയുന്നത് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം തന്നെയാണ്. സ്ട്രക്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ഇതിനെ വീണ്ടും ആൾട്ടർനേറ്റ് ആയിട്ട് ഒന്നും കൂടെ ക്ലാസിഫൈ ചെയ്തു എന്നുള്ളൂ. അടുത്ത ക്ലാസ് B പറഞ്ഞു കഴിഞ്ഞാൽ സെമി ഹൈഡ്രോളിക് ലൈമാണ്, മേസൺറി വർക്ക്സിനാണ് യൂസ് ചെയ്യുക. ക്ലാസ് C പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ലൈമാണ്, വൈറ്റ് വാഷിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ക്ലാസ് D പറഞ്ഞു കഴിഞ്ഞാൽ ഡോളമൈറ്റ് ലൈം, ഫിനിഷിംഗ് കോട്ടിംഗ് പ്ലാസ്റ്ററിങ്ങിലെ ഫിനിഷിംഗ് കോട്ടായിട്ട് യൂസ് ചെയ്യും. നെക്സ്റ്റ് ക്ലാസ് ഈ കങ്കാർ ലൈം, മേസൺറി മോട്ടാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമെൻറ്റിൻ്റെയും സാൻഡിൻ്റെയും കൂടി മിക്സ്ചറിനെയാണ് നമ്മൾ മോട്ടാർ എന്ന് പറയുന്നത്. അതായത് പടവിനൊക്കെ വേണ്ടിയിട്ട്, പടവിൻ്റെ ഇടയിൽ നമ്മൾ തേക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ മോട്ടാർ. ദെൻ സോയിൽ സ്റ്റെബിലൈസേഷനും കൂടി വേണ്ടിയിട്ട്, സോയിൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ചതുപ്പായിട്ടുള്ള നിലങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവിടെ നമുക്ക് വീടൊക്കെ വെക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആവില്ല, ചതുപ്പാവുമ്പോൾ ഇറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ള സോയിലിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളവിടെ എന്ത് ചെയ്യും, ഈ കങ്കാർ ലൈമൊക്കെ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് സോയിലിൻ്റെ സ്ട്രെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലാസ് F പറഞ്ഞു കഴിഞ്ഞാൽ സിലീഷ്യസ് ആൻഡ് ഡോളമൈറ്റ് ലൈം, അണ്ടർ കോട്ട് ഫിനിഷിംഗ്, വൈറ്റ് വാഷിംഗ്. അതായത് വൈറ്റ് വാഷിങ്ങിനും ഫിനിഷിംഗ് കോട്ടൊക്കെ ആയിട്ട്, അതായത് നമ്മൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ മുകളിൽ വീണ്ടും ഒരു ഫിനിഷിംഗ് കോട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് F ലൈം യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ക്ലാസ് ലൈമിൻ്റെ ഓരോ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കി വയ്ക്കുക. ദെൻ
നെക്സ്റ്റ് പറഞ്ഞാൽ ലൈം സ്റ്റോണിൻ്റെ സൈക്കിൾ എങ്ങനെയാണ് മാനുഫാക്ചറിങ് ഓഫ് ലൈം എന്ന് പറയുന്നത്. ഫസ്റ്റ് കാൽസ്യം കാർബണേറ്റ്, അതായത് നമ്മളെ ലൈം സ്റ്റോണിൽ ഹീറ്റ് ചൂട് കൊടുക്കും, ബേൺ ചെയ്യിക്കും. അങ്ങനെ ബേൺ ചെയ്യിക്കുന്ന സമയത്ത് നമ്മളെ ലൈം സ്റ്റോണിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് റിമൂവ് ആവും. അങ്ങനെ റിമൂവ് ആയിക്കഴിഞ്ഞ് പിന്നെ ഫോം ചെയ്യുന്നതാണ് ലൈം പറയുന്നത്, കാൽസ്യം ഓക്സൈഡ് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ നന്നായിട്ട് ചൂട് ആക്കുന്ന സമയത്താണ് ഇതിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കണ്ടൻറ്റ് റിമൂവ് ആവുന്നത്. ഈ കാൽസ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്ന നമ്മൾ ക്യുക്ക് ലൈം എന്നും കൂടെ പറയും. ഈ ക്യുക്ക് ലൈമിൽ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ ആഡ് ചെയ്യും. അങ്ങനെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അവിടെ അത് തണുക്കും. അവിടെ ആ പ്രോസസ്സിനാണ് സ്ലേക്കിംഗ് എന്ന് പറയാം. അങ്ങനെ ആ സ്ലേക്കിംഗ് ആക്ഷൻ വഴി നമുക്ക് അവിടെ എന്ത് ഫോം ചെയ്യും, കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH ഫോം ചെയ്യും. അങ്ങനെ ആ കാൽസ്യം ഹൈഡ്രോക്സൈഡിൽ വീണ്ടും നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കാൽസ്യം ഹൈഡ്രോക്സൈഡ് അക്വ പറഞ്ഞു കഴിഞ്ഞാൽ ലൈം വാട്ടറായിട്ട് ഫോം ചെയ്യും. ഈ CaOH കൂടെ വീണ്ടും കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ആവുകയാണെങ്കിൽ, റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും കാൽഷ്യം കാർബണേറ്റ് ആയിട്ട് ഫോം. ഇനി എങ്ങനെയാണ് ഒരു ലൈം ഉണ്ടാക്കുക, എങ്ങനെയാണ് മാനുഫാക്ചറിങ് ചോദിച്ചു കഴിഞ്ഞാൽ, മാനുഫാക്ചറിങ് പ്രോസസ്സ് ഓഫ് എ ലൈം ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യും, കളക്ഷൻ ഓഫ് ലൈം സ്റ്റോൺ. ആദ്യം ലൈം സ്റ്റോൺ കളക്ട് ചെയ്യുക. ദെൻ അത് ഏത് സൈറ്റിൽ വെച്ചിട്ടാണോ ഉണ്ടാക്കുന്നത് വെച്ചാൽ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക. ദെൻ കളക്ഷൻ ഓഫ് ഫ്യൂവൽ, അതായത് ഫ്യൂവൽ വേണ്ട നമുക്ക് ബേൺ ചെയ്യിക്കാൻ, ചൂടാക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്യൂവൽസ് കളക്ട് ചെയ്യുക. ദെൻ ഫൈനലി ബേൺ ചെയ്യിക്കുക. അങ്ങനെ ബേൺ ചെയ്യുമ്പോൾ CaCO3 ലൈം സ്റ്റോൺ ബേൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ലൈമായിട്ട് ഫോം ചെയ്യും, അതായത് ലൈം പ്രൊഡക്റ്റായിട്ട് കിട്ടും.